എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ ഭയങ്കര വെളിപ്പെടുത്തലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, രംഗത്തിറങ്ങിയിട്ടുണ്ട് ചില വെളിപ്പെടുത്തലുകളൊക്കെ ആയിട്ട്. അപ്പോൾ ആ വെളിപ്പെടുത്തലുകളൊക്കെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ ഷാജിയാണ്. ഷാജി ഇപ്പോൾ വന്നിട്ട് പറയുന്നത് ഷാജിയുടെ നാത്തൂനെയും അവരുടെ ഫാമിലിയൊക്കെ പറ്റിയിട്ട് ഷാജി കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ട്, താല്പര്യമുള്ളവരൊക്കെ കേട്ടാൽ മതി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം പറയുകയാണെങ്കിൽ ഇതൊരു പരദൂഷണം തന്നെയാണ്. അതുകൊണ്ട് പരദൂഷണം കേൾക്കാനായിട്ട് എല്ലാവരെയും ഒന്നും നിർബന്ധിക്കുന്നില്ല. പിന്നെ അത്യാവശ്യം എന്താണ് എങ്ങനെയാണ് എന്ന് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ വന്നോളൂ, കേട്ടോളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പറയുന്നത്, പുള്ളിക്കാരത്തിയുടെ ഭർത്താവിൻ്റെ പെങ്ങളെയും അളിയനെയും അവരുടെ ആ ഒരു ഫാമിലിയെ മൊത്തത്തിൽ പറയുന്നുണ്ട് കേട്ടോ. കുറേയേറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഷാജിയോടൊരു കാര്യം പറയാനുണ്ട്. ഷാജി എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി ആരെങ്കിലും പുള്ളിക്കാരത്തിയുടെ അടുത്ത് പറഞ്ഞാലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അറിയുമെന്നൊന്നും എനിക്ക് നിശ്ചയമല്ല, പക്ഷെ ഞാനത് പറയാതെ തുടങ്ങുന്നത് ശരിയല്ല. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? നിങ്ങളുടെ ഭർത്താവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്? അദ്ദേഹം നിങ്ങളെ വിട്ടു പോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളോടുമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യാം. അതൊക്കെ സ്വാഭാവികമാണ്. സഹോദരൻ ജീവിച്ചിരുന്ന സമയത്ത് അവർ തമ്മിൽ എന്തോ ആവട്ടെ, പക്ഷേ അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. മനസ്സിലാക്കുക, അദ്ദേഹം ഇപ്പോൾ ജീവനോടെ ഇല്ല. പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ പെങ്ങളെ പറ്റിയായാലും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെ പറ്റിയായാലും അദ്ദേഹത്തിൻ്റെ അളിയന്മാരെ പറ്റിയായാലും താനൊരു കുറ്റം ആരോപിക്കുമ്പോൾ മരിച്ചു പോയ അല്ലെങ്കിൽ മരണപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിയാണ് താൻ കരിവാരി തേക്കുന്നത് എന്നുള്ളൊരു ബോധം കൂടി 5 കുട്ടികളുടെ ഉമ്മയായ താൻ മനസ്സിൽ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് വളരെ മോശം. എല്ലാ ഫാമിലികളിലും പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത ഒരു ഫാമിലി ഇല്ല. പക്ഷേ ആ ഒരു പ്രശ്നങ്ങൾ അവരവരുടെ ഫാമിലിക്കുള്ളിൽ തീർക്കേണ്ടതാണ്. തനിക്ക് വേണമെങ്കിൽ തൻ്റെ നാത്തൂനെ ആയാലും അയ്യനെ ആയാലും വിളിച്ചിട്ട് കണ്ണ് പൊട്ടുന്ന താൻ തെറി വിളിച്ചോ, പക്ഷേ അതാരും അറിയില്ലല്ലോ, താനും അവർ മാത്രമല്ലേ അറിയുള്ളൂ. പക്ഷേ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ കൊപ്പിളിച്ച് വിടുമ്പോൾ അത് തൻ്റെ മുഖത്തേക്കാണ് വരുന്നത് എന്നുള്ളൊരു ബോധം പോലും തനിക്കില്ല. ഇപ്പം ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ താൻ എന്നെ തെറി വിളിക്കും, അത് 100% എനിക്ക് ഉറപ്പാണ്. അതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇത്രയും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന താൻ ഇതിനപ്പുറവും പറയും, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. അത് കേൾക്കാമെന്നുള്ള ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, മരണപ്പെട്ടുപോയ തൻ്റെ 5 മക്കളുടെ ഉപ്പയുടെ അപ്പച്ചിയെ, എന്താണ് നിങ്ങളുടെ ഭാഷയിൽ അവരെ പറയുന്നതെന്ന് എനിക്കറിയില്ല, അമ്മാവനോ അമ്മായിയോ, എന്തായാലും ആ കുട്ടികളുടെ ചോര ഇന്ന് ആ 5 കുഞ്ഞുങ്ങളുടെയും ശരീരത്തിലൂടെ ഒഴുകുന്നത് തൻ്റെ ഭർത്താവിൻ്റെ ചോരയല്ലേ? അപ്പോൾ ആ ചോരയാണെങ്കിൽ അവരുടെ ചോരയാണ് താൻ കുറ്റപ്പെടുത്തുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ കുട്ടികൾ താൻ ഇനി എന്തൊക്കെ പറഞ്ഞ് അവരെ വളർത്തി കഴിഞ്ഞാലും ഈ ചോരയെ തിരിച്ചറിയുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു സമയം വരുന്ന സമയത്തുണ്ടല്ലോ, ഈ കുട്ടികൾ പോലും തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ താൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തന്നെ എന്ത് പ്രശ്നം ഉണ്ട് കഴിഞ്ഞാലും തൻ്റെ ഭർത്താവിൻ്റെ ആളുകളാണ് അവരെ പറയുന്നത്. തൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പോലും ഇത്രയേ ഉള്ളൂ. മരണപ്പെട്ടു പോയ തൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങളെ കരിവാരി തേക്കുന്നത് ആ മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ മുഖത്ത് തേക്കുന്നതിന് തുല്യം തന്നെയാണ്. അതിൽ ഒരു തെറ്റുമില്ല. അതാണ് താൻ മനസ്സിലാക്കേണ്ടത്. തൻ്റെ ഭർത്താവിനെ തന്നെയാണ് താൻ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയാണ് താൻ അധിക്ഷേപം പറയുന്നത്. അദ്ദേഹത്തെ പെങ്ങളെ പറഞ്ഞ് താൻ സുഖം കണ്ടെത്തുമ്പോൾ ആ ഒരു പെങ്ങളെന്ന് പറയുന്നത് അവർ ഒരു കുടലിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ആ മരിച്ചുപോയ ശരീരത്തെ താൻ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ആ ഒരു മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്ന ആ ഒരു സത്യം ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് വല്ലാതെ വേദനിക്കും. എത്ര ഇനി തൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആളുകളെയൊക്കെ അദ്ദേഹം കുറ്റം പറഞ്ഞാലും തെറി പറഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരെ പറ്റി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോടും സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം തന്നെ പറഞ്ഞ് തിരുത്താൻ നോക്കാതെ തനിക്ക് തൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഞാൻ തെറ്റേ പറയുള്ളൂ. തെറ്റ് ആര് കാണിച്ചാലും അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണം. ഒന്നുമില്ലെങ്കിലും നിനക്ക് 32 വയസ്സ് എന്ന് ഏത് നേരവും പാടിക്കൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ നീ. അപ്പോൾ നിനക്ക് തന്നെ സ്വയം നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ?
ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് കൂവിക്കൊണ്ടിരിക്കാനായിട്ട്? നിനക്ക് ആകെ നീ പറയുന്നു നീ 32 വയസ്സേ ഉള്ളൂ, അത് വളരെ കുറഞ്ഞ പ്രായമായിട്ട് നീ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 32 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് കാണിക്കേണ്ട പക്വത, ഒന്നുമില്ലെങ്കിൽ 3-4 കുട്ടികളുടെ ഉമ്മ കാണിക്കേണ്ട ഒരു പക്വത കാണിക്കുക. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വന്തം പല്ലട കുത്തി മണപ്പിക്കാതിരിക്കുക. അതാണ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ. ഇനി ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളും കൂടി നിങ്ങളെ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളും കൂടി നിങ്ങളെ കേൾപ്പിച്ചു തരാം കേട്ടോ. ഒരു നിമിഷം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താ വിൻഡോ ഷോപ്പിംഗ് എക്സ്പെർട്ട് ആഡ് നോക്കി എവിടെയൊക്കെ പരസ്യം, ഇതൊക്കെ ഏത് വഴിക്കാണ് പരസ്യം വന്നതെന്ന് കണ്ടില്ല, മൊത്തം പോയി. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ കുറച്ച് തവണ കൊണ്ട് എനിക്കിതിങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഒന്ന് ഡൗൺലോഡ് ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ചേർന്നിട്ടാണ് വോയിസ് ഇട്ടിരിക്കുന്നത്. സെഫീന ബീവിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് കേട്ടോ ഞാൻ വന്നത്. ക്ലാരിഫിക്കേഷൻ എന്താന്ന് വെച്ചാല്, അയാള് പറയുന്നുണ്ടല്ലോ, ഇവള് പറയുന്നുണ്ട്, എന്റെ നാത്തൂനായ റംല പറയുന്നുണ്ട്, പ്രസവം മുഴുവൻ എന്താണ് പ്രസവിക്കുന്നത് അവളാണ്, അല്ല പ്രസവിക്കുന്നത് ഞാനാണ്, നോക്കണതൊക്കെ അവരാണെന്ന്. പിന്നെ എന്റെ പ്രസവം മുഴുവൻ നോക്കിയത് അവരാണല്ലോ. എനിക്കും ഭരണ ദേഷ്യത്തിനുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ. എന്റെ 5 പ്രസവം എന്റെ ഇക്കയാണ് നോക്കിയിരിക്കുന്നത്. എന്റെ ഉമ്മയും നോക്കിയിട്ടില്ല, എന്റെ ഇക്കാന്റെ ആൾക്കാരും നോക്കിയിട്ടില്ല, ഇക്കാന്റെ ഉപ്പ അവരാരും നോക്കിയിട്ടില്ല, ഈ പറയുന്ന റംലു നോക്കിയിട്ടില്ല, റംലുവിന്റെ അളിയനും നോക്കിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം കഥകൾ, ഞാൻ പറഞ്ഞുതരാം. അവള് മുഴുവൻ കഥകൾ എടുത്തിട്ട സ്ഥിതിക്ക് ഞാൻ പറഞ്ഞുതരാം. അല്ല, അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ അല്ലേ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഈ പെണ്ണ് പറഞ്ഞത് ഇവളുടെ 3 പ്രസവം ഉമ്മ നോക്കി, ബാക്കി 2 ഇക്ക നോക്കി എന്ന് പറഞ്ഞത്. ഇത്ര പെട്ടെന്ന് അത് മാറ്റിയിട്ട് ഉമ്മയും നോക്കിയിട്ടില്ലെന്ന് പറയുന്നു. ഇതെന്താ അപ്പനെ? അപ്പം ഇവള് പറയുന്നത് ഏതാ ശരി? നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു വീഡിയോയിൽ ഈ കൊച്ചു പറഞ്ഞത്. ദേ ഇപ്പം പറയുന്നു ഉമ്മ പോലും നോക്കിയിട്ടില്ലെന്ന്. ഇതെന്താണെന്ന്? ഉമ്മ നോക്കാതെ എങ്ങനെയാ കൊച്ചെ? പ്രസവിച്ച് കിടക്കുമ്പോഴുള്ള ശുശ്രൂഷ എന്താണെന്നുള്ളത് പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് നന്നായിട്ടറിയാം. അത് നിൻ്റെ ഇക്കയെ കൊണ്ട് നോക്കി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിശയോക്തി തന്നെയാണ് കേട്ടോ. എന്താ ഈ കൊച്ചിൻ്റെ ഈ മലമൂത്ര വിസർജ്യങ്ങളൊക്കെ ഉള്ള ആ ഒരു തുണികളും എല്ലാം നിൻ്റെ ഇക്ക തന്നെയാണോ കഴുകിയത്? നിനക്ക് ചൂടുവെള്ളം മുക്കി വെച്ച് തന്നതും, അരപ്പുമരുന്ന് തയ്യാറാക്കി തന്നതും, അതുപോലെയുള്ള താവി വെച്ച് തന്നതും, പിന്നെ എന്തെങ്കിലുമൊക്കെ കഷായവും ലേഹ്യം ഇതൊക്കെ ഉണ്ടാക്കി തന്നതും ഇതെല്ലാം നിൻ്റെ ഇക്ക തന്നെയാണോ ചെയ്തു തന്നത്? ഉമ്മ ഇതൊന്നും ചെയ്തു തന്നില്ലേ? എന്താ ഉമ്മ കയ്യും കെട്ടി നോക്കി നിന്നെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ഉമ്മയ്ക്ക് നിന്നോട് ഇത്രയേറെ വിരോധം വരാനുള്ള കാരണം എന്താ കുട്ടി? പറയൂ. ഇവരൊന്നും പ്രസവത്തിനേ വന്നിട്ടില്ല കേട്ടോ. പ്രസവം ഉണ്ടാക്കാനോ നോക്കാനോ ഒന്നിനും വരാത്ത ആൾക്കാരാണ്. പിന്നെ ലാസ്റ്റത്തെ ഒരു പ്രസവത്തിന് ഇവള് വന്നിട്ട് ഇവള് വേറൊരു മൂത്തശ്ശിയും കൂടി വന്നു കേട്ടോ. കഴുത്ത് വേദന എന്താണോ. അപ്പൊ ഇവളും വേറൊരു മൂത്തശ്ശിയും കൂടി വന്നിട്ട് പ്രസവം നോക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ പ്രസവിച്ചെടുക്കണ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഇക്കയും ഞാനും ചാച്ചുട്ടിയും മാത്രമാണ് ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇക്കാൻ്റെ ഒരു അമ്മായിൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ. കാരണം ലേബർ റൂമിൻ്റെ അവിടേക്ക് ആണുങ്ങളെ കയറ്റില്ല. അതുവരെയ്ക്ക് ഇക്ക നോക്കിയെങ്കിലും ലേബർ റൂമിൻ്റെ അവിടേക്ക് ആണുങ്ങളെ കയറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്, സംഭവമുണ്ട്, കുട്ടീനെ മേടിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇക്കാൻ്റെ ഒരു അമ്മായിൻ്റെ മോളിൽ കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, അങ്ങനെ ഇരിക്കെ ഇവര് ഒരു ദിവസം വന്നു കേട്ടോ. ഒരു ദിവസം ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറയുന്ന റംലും ആജറ പറയുന്ന ഒരു മൂത്തശ്ശിയും കൂടി വന്നിട്ട് ഇവരെന്താ ചെയ്തെന്ന് പറഞ്ഞാല് വന്നു ഫുഡും കാര്യങ്ങളൊക്കെ തന്നു. അന്നത്തെ രാത്രി സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞിനെ നോക്കാൻ വന്ന, ഒരു പ്രസവിച്ച പെണ്ണിനെ നോക്കാൻ വന്നാൽ എന്താ ചെയ്യാ? ഉറക്കൊഴിച്ചിട്ട് ആ കുട്ടീനെ നോക്കുക, അല്ലെങ്കിൽ ആ പ്രസവിച്ച പെണ്ണിനെ നോക്കാന്നല്ലേ. ഇവര് രണ്ടാളും സുഖമായിട്ട് താഴെ പായോ എന്തോ വിരിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങി. നേരം വെളുക്കോളം കിടന്നുറങ്ങി. ആ സമയത്ത് ഞാൻ നേരം വെളുക്കോളം എൻ്റെ കുട്ടീനെ നോക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശാരിക്കുമോനെ ഞാൻ നോക്കിയിട്ടിരിക്കുകയായിരുന്നു. അതൊരു കാര്യമുണ്ട്. പ്രസവിച്ച് കിടക്കുകയാണെങ്കിലും കുഞ്ഞിന് പാലൊക്കെ കൊടുക്കേണ്ടത് അമ്മ തന്നെയാണ്.
താനെന്നല്ല ഏതൊരമ്മയും പ്രസവിച്ച് കിടക്കുമ്പോൾ ഉറങ്ങാൻ ശരിക്കും പറ്റത്തില്ല. അമ്മമാർ തന്നെ കൊച്ചുങ്ങൾ എത്ര ഉണർന്നിരുന്നാലും തൊട്ടടുത്തിരിക്കുന്നവർ എടുത്തുകൊണ്ടിരുന്നാലും അമ്മമാർ ഉറക്കൊഴിയേണ്ടതായിട്ട് വരും. കാരണം ഈ പാല് കൊടുക്കണമല്ലോ കുഞ്ഞു കൊച്ചുങ്ങൾക്ക്. നേരം വെളുക്കുന്നത് വരെ അവർ പാല് കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മൂത്രം ഒഴിച്ച് കഴിയുമ്പോഴേ ആ പാലങ്ങ് ദഹിച്ചു പോകും. വീണ്ടും അവർ കരയും പാല് കുടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പ്രസവം എടുക്കാനായിട്ട് വന്നു അല്ലെങ്കിൽ പ്രസവിച്ചിടുന്ന് നിന്നെ നോക്കാനായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് കണ്ണിൽ ഈർക്കിൽ കുത്തിക്കയറ്റി വെച്ചിട്ടിരിക്കാൻ പറ്റുമോ? കണ്ണ് തുറന്നിരിക്കാനായിട്ട്? അവരും മനുഷ്യരല്ലേ, അവർ ഉറങ്ങിപ്പോവും. ഇതേക്കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിൻ്റെ ആമക്കൾ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ പ്രസവിക്കണം. അപ്പോൾ നീ അവരുടെ പ്രസവം എടുക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും അവർ മനുഷ്യരാണ്, അറിയാതെ മനുഷ്യൻ ഉറങ്ങിപ്പോകും എന്നുള്ള കാര്യം നിനക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇപ്പം മനസ്സിലാവില്ല. അതിനാണ് പണ്ടുള്ളവർ പറയുന്നത്, പച്ചപ്ലാവല വീഴുമ്പോൾ പഴുത്ത പ്ലാവല ചിരിക്കും. കുറേ കഴിയുമ്പോൾ ഈ പറയുന്ന പച്ചപ്ലാവലേക്കും ഗതി അത് തന്നെ എന്നുള്ള കാര്യം അത് മറന്നു പോവാതിരിക്കുക. അപ്പൊ അടുത്തുള്ള പെട്ടുകാര് പറയണ്, എന്ത് നാത്തൂമാരാണ് അല്ലെ, എന്ത് മൂത്തശ്ശിയാണ്, എന്തിനാ പിന്നെ ഇവരോട് വന്നിരിക്കുന്നത്, ഇവർക്ക് വരാണ്ടിരുന്നൂടെ? ഒരു പെൺകുട്ടി അത് ചില ആളുകൾ അങ്ങനെ തന്നെയാണ്. അവരിങ്ങനെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നതും എവിടെയെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ തിരി കൊളുത്തുമ്പോൾ അവരൊന്ന് ഡള്ളാവുകയാണെങ്കിൽ മാറി നിന്ന് ചിരിക്കുന്നതൊക്കെ ചില ആൾക്ക് വലിയ ഇഷ്ടമാണ്. ചില ആളുകൾ ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇതുപോലെയുള്ള കോന്തരം വെച്ച് കൊടുക്കുന്നത്. കോന്തരം വെച്ച് കൊടുക്കുന്നവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും പെടാനൊന്നുമില്ല. നമ്മുടെ മനസാക്ഷിയുണ്ട്. ഉറക്കമെന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അത് ചില ആളുകൾക്ക് ഉറക്കം ഒഴിയാനായിട്ട് നന്നായിട്ട് പറ്റും, ചിലരെ കൊണ്ട് ഒട്ടും പറ്റാത്തവരും ഉണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നോക്കാൻ വന്നതാണ് അത്ര. എന്നിട്ട് അവര് സുഖമായി ചോറും കഴിച്ചിട്ട് അവര് സുഖമായി കിടന്നുറങ്ങി. ഇതാണ് അവള് പറഞ്ഞ. പിന്നെ നീ പ്രസവിച്ച് കിടക്കുന്നതെന്നും പറഞ്ഞ് ഒരു ദിവസം നിനക്കൊപ്പം നിൽക്കാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞ് അവർക്ക് പിന്നെ ചോറൊന്നും കഴിക്കാതെ പട്ടിണി കിടക്കാൻ പറ്റുമോ? നീ അങ്ങനെ പട്ടിണി കിടക്കോ? അതെന്ത് വർത്താനമായി പറയുന്നത്? ഒരു നോട്ടം. പിന്നെ ഒരു ഉറുപ്പേന്റെ ഉപകാരമില്ലാത്ത റംലും അളിയന്മാരും ഇവരൊക്കെ പൈസ ഒക്കെ അങ്ങോട്ട് പൈസ ഒക്കെ ഇവരടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും എൻ്റെ ഇക്ക. എന്നിട്ട് ഇവള് പറയണേ ഇയാൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എപ്പോഴും പറയുന്നത് ഈ പൈസ കണക്കുകൾ തന്നെയാണ്. പൈസ കണക്ക് വിട്ട് ഷാജിക്കൊരു കളിയില്ല. എന്ത് പറഞ്ഞാലും പൈസ തന്നു തന്നില്ല, പൈസ തന്നു എന്നുള്ളൊരു കണക്കാണ്. പിന്നെ ഒരു ഉറുപ്പ്യ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ കണക്ക് പറഞ്ഞ് നിൻ്റെ ഇക്കാരെ കയ്യിൽ നിന്ന് മേടിക്കുന്നു പറഞ്ഞതേ. നിൻ്റെ ഇക്ക എന്ന് പറയുന്നത് അവരുടെ കൂടപ്പറപ്പായതിന് ശേഷം മാത്രമാണ് നിൻ്റെ ഇക്ക ആയത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ അവർ മേടിച്ചാലും അവർക്ക് ദഹിക്കും അത് കഴിച്ചാൽ. അത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അളിയൻ വേറൊരു കഥ പറഞ്ഞു. മരിച്ചിട്ട് കുട്ടികളെ അവര് നോക്കാന്ന്. ഞാൻ പറയട്ടെ, മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് 3 പെൺകുട്ടികളാണ്. 3 പെൺകുട്ടികളായിട്ട് തന്നെ ഇവര് പ്രസവം നിർത്തിയതിൽ ഇവർക്ക് ഭയങ്കര ഇതാണ്. 3 പെൺകുട്ടികളാണല്ലോ. നാത്തുമാർക്കൊക്കെ പെൺകുട്ടികളാണ്. മൂത്ത നാത്തൂന് 4 പെൺകുട്ടി, രണ്ടാമത്തെ നാത്തൂന് 3 പെൺകുട്ടി. അതുപോലെ തന്നെ 5 മക്കള് എനിക്ക് മാത്രമായിരിക്കും. പിന്നെ മൂത്ത ഇക്ക സൈദിന് 4 കുട്ടികളുണ്ട്. 3 ആണും 1 പെണ്ണും ഉണ്ട്. രണ്ടാമത്തെ കാക്ക് 4 മക്കളുണ്ട്. രണ്ടാമത്തെ കാക്ക് 2 പെണ്ണും 2 ആണും. അതുപോലെ മൂന്നാമത്തെ ആൾക്ക് 3 മക്കള്, 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയും. 4ാമത്തെ ആളാണ് ഞാൻ എൻ്റെ ഇക്ക. അപ്പൊ ഞങ്ങൾക്ക് 5 ആൺകുട്ടികൾ കേട്ടോ. പിന്നെ 5ാമത്തെ ഒരാളും കൂടി ഉണ്ട്, മജീദ് പറഞ്ഞിട്ട് ഇളയച്ചനുണ്ട്. അവനക്ക് 3 കുട്ടികൾ. അവനക്ക് 4 കുട്ടികളാണ് ശരിക്കും. 1 കുട്ടി മരിച്ചു, പ്രസവത്തിൽ തന്നെ മരിച്ചു. അപ്പോൾ അവനക്ക് ഇപ്പോൾ ഉള്ളത് റീസെന്റ് ആയിട്ട് 2 പെൺകുട്ടിയും 1 ആൺകുട്ടി എന്തോ ഉണ്ട്. അവരൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അവരൊക്കെ ഇവരുടെ സ്വഭാവ ഗുണം കൊണ്ട് തറവാടൊക്കെ വിറ്റിട്ട് ഓടിയ ആൾക്കാരാണ് കേട്ടോ. അവരുടെ സ്വഭാവ ഗുണം കൊണ്ട്, നാത്തുമാരുടെയും ഈ പറയുന്ന ഏട്ടൻ്റെ ഒക്കെ സ്വഭാവ ഗുണം കൊണ്ട് തറവാടൊക്കെ വിറ്റിട്ട് അവന്റെ ഭാര്യ വീട്ടിലാണ് അവൻ വീടെടുത്ത് താമസിക്കുന്നത് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഗുണമുള്ള ആൾക്കാരാണ്, തറവാട്ട് വീട്ടുകാരാണ്. കാരണം പിന്നെ അല്ല, ഈ പറയുന്ന നീ അവരുടെ തറവാട്ടിൽ എത്ര വർഷം കഴിഞ്ഞു മോളെ? നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ ഇക്ക വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിന് ശേഷം നീ എത്ര വർഷം ആ ഒരു തറവാട്ട് വീട്ടിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് കേട്ടോ. ആഗ്രഹം കൊണ്ട് പറയുകയാണ്. നീ എത്ര നാൾ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ വീട്ടിൽ കഴിഞ്ഞു എന്ന് നമുക്കറിയില്ല. അതുകൂടി ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ ഈ അളിയൻ പറയുന്നുണ്ട്, ആ കുട്ടികളെ ഞങ്ങളെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. കുട്ടികളെ സെഫീന ബീവിന്റെ അടുത്ത് പറയുന്നുണ്ട്, കുട്ടികളെ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു. ഞാൻ പറയട്ടെ, ഈ പറയുന്ന അളിയൻ കാസിം അളിയ, നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ 3 പെൺകുട്ടികളെ നിങ്ങൾ ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾക്കല്ല, വേറെ ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കുവോ നോക്കാനോ? അല്ലെങ്കിൽ ഞാൻ 5 എണ്ണം എന്റെ വയറ്റിൽ പ്രസവിച്ച എന്റെ 5 മക്കളിലെ എത്ര കഷ്ടമുണ്ടോ പിച്ചെടുത്താലും ഞാൻ ഒരാൾക്ക് കൊടുക്കുവോ?
എന്റെ മക്കൾ ഒരാൾക്ക് കൊടുക്കുവോ? എന്തിന്? ആൺകുട്ടികളെ കണ്ടിട്ട് കണ്ണായിരുന്നു എന്ന് ഞാൻ ഇതിന് മുന്നൊരിക്കൽ വീഡിയോയിൽ മറ്റേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റംലു പറഞ്ഞ അവൾക്ക് പിന്നെ പ്രസവിക്കാൻ പറ്റില്ല. അവൾ എൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അല്ല, ഞാൻ ചോദിക്കട്ടെ, ആൺകുട്ടികളെ കാണുമ്പോൾ കണ്ണു വെക്കേണ്ട കാര്യം എന്താണ് കൊച്ചേ? നീ ഇന്നത്തെ കാലത്തും ഉണ്ടോ ആൺകുട്ടി പെൺകുട്ടി എന്ന്? എന്താ മൗനരാഗം സീരിയലാണോ നീ കാണുന്നത്? ആൺകുട്ടികളെ കണ്ടിട്ട് കണ്ണു വയ്ക്കുന്നു എന്ന് പറയാനായിട്ട്. ഛേ, താനൊരു പെണ്ണല്ലേടോ? ഇത്രയും വിവരദോഷം വിളിച്ച് പറയല്ലേ ആൺകുട്ടികളെ കണ്ടിട്ട് കണ്ണു വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അത് ഇവളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. ആൺകുട്ടി പെൺകുട്ടി എന്ന് അങ്ങനെ ഒന്നും ഇല്ല കൊച്ചേ. ഇപ്പം എല്ലാം കണക്ക് തന്നെയാണ്, ആണും പെണ്ണും എല്ലാം കണക്ക് തന്നെയാണ്. പിന്നെ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ ഏറ്റവും നല്ല കാര്യമാണ് പെൺകുട്ടികളെന്ന് പറയുന്നത്. കാരണം നമ്മൾ മരിച്ചു പോയാലേ അടുത്തിരുന്ന് ഒരിത്തിരി നേരം വിളിച്ച് കരയാനെങ്കിലും അവറ്റകളെ കാണത്തുള്ളൂ. ആമക്കളാണെങ്കിൽ അവർ മാറിയും തിരിഞ്ഞും പോയി ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. പെൺകുട്ടികളാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ചത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ഇത്തിരി ഇരുന്ന് കരയുകയെങ്കിലും ചെയ്യും. ഇനി കണ്ണീര് വന്നില്ലെങ്കിൽ കണ്ണിൽ കുത്തിയിട്ടെങ്കിലും ഒരിത്തിരി വെള്ളം വരുത്തും. മനസ്സിലായില്ലേ? പെൺകുട്ടികൾ അതുമാത്രമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ് കിടക്കുകയാണെങ്കിൽ നമ്മുടെ തുണിയൊക്കെ ഒന്ന് മാറണമെങ്കിലും പെൺകുട്ടികളാണെങ്കിൽ അത് മാറ്റിത്തരും നന്നായിട്ട്. എന്തായാലും നിൻ്റെ ഈ ഒരു സ്വഭാവത്തിന് നിനക്കൊരു മരുമകൾ വന്നാലും നിന്നെ നന്നായിട്ട് നോക്കുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. കാരണം ഇതുപോലെ അല്ലേ പറഞ്ഞു വിടുന്നത് ഓരോന്ന് വായിന്ന്. ഷാജി, ഇനി എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ? പ്രസവം നിർത്തിയത് ഇനി എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്തിട്ട് ഇനി പ്രസവം നടത്താൻ പറ്റുമോ എന്നൊക്കെ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 5 ആൺകുട്ടികളുള്ളപ്പോ തന്നെ ഇവര് ഇപ്പൊ ഈ മൂത്ത നാത്തൂനായിക്കോട്ടെ രണ്ടാമത്തോളായിക്കോട്ടെ കുട്ടികളെ നോക്കാനൊക്കെ അവര് കൊണ്ടുപോകാനും നോക്കാനും പഠിപ്പിക്കാനൊക്കെ തരുന്ന ആൺകുട്ടികളാണല്ലോ. സ്വാഭാവികമായിട്ടും പഠിപ്പിച്ച ഗുണം ഉണ്ടാവും എന്നുള്ള അവർക്ക് അറിയാം. ഈ പറയുന്ന ആളി എനിക്കറിയാം. അതെങ്ങനെയാണ് ആൺകുട്ടികളെ പഠിപ്പിച്ചാൽ ഗുണം ഉണ്ടാവും എന്ന് പറയുന്നത്? കൊച്ചേ, ഇന്നത്തെ കാലത്ത് ആണ് പെണ്ണെന്നുള്ള ഭേദമൊന്നുമില്ല. നീ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളെ ആയാലും വളർത്തണമെങ്കിൽ ഇത് കഷ്ടപ്പെട്ടേ പറ്റൂ. വെറുതെ ഒന്നും വളരില്ല. പണ്ടത്തെ കാലത്താണ് ആൺകൊച്ചുങ്ങൾക്ക് ഒരു തോർത്ത് മേടിച്ചു കൊടുക്കുമ്പോൾ അവരത് ഉടുത്തോണ്ട് നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കില്ല. പെൺകുട്ടികളുടെ ഡ്രസ്സ് 150 രൂപ തൊട്ട് ഉണ്ടെങ്കിലുണ്ടല്ലോ, ആൺകുട്ടികളുടെ ഡ്രസ്സ് മേടിക്കണമെങ്കിൽ 500 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ്. എനിക്ക് ആണും പെണ്ണും ഉണ്ട്, അതുകൊണ്ടറിയാം. ആൺകുട്ടി പെൺകുട്ടി എന്ന് ഈ കൊച്ചിന് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് ഒരു ഉളുപ്പം തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നതിന്. ആണ് പെണ്ണ് എന്ന് പറയുന്നതിൽ എന്താ വ്യത്യാസം? നീ എന്താ മൗനരാഗത്തിലെ പ്രകാശനം പിടിക്കണോ? എന്ത് ചെയ്യട്ടെന്ന് പറയാം. ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ആൺകുട്ടികളെക്കാളും അന്തസ്സായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആൺകുട്ടികളുണ്ടല്ലോ, എല്ലാ ആൺകുട്ടികളെയും അല്ല, കുറേ ആൺകുട്ടികളൊക്കെ ഈ റോഡ് സൈഡിൽ വായി നോക്കി മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നത് അത്രയും ആണുങ്ങളാണ്, പെണ്ണുങ്ങളല്ല. പെൺകുട്ടികൾ അന്തസ്സായിട്ട് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്ത് ഒറ്റയ്ക്ക് നിൽക്കണമെന്ന്, തൻകാലിൽ നിൽക്കണം എന്നുള്ള ബോധമുള്ള പെൺകുട്ടികളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. മനസ്സിലായില്ലേ? പണ്ടത്തെ പോലൊന്നും അല്ല. കാലം മാറി, ഒരുപാട് മാറി. എന്നിട്ടും കുറേ ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഈ പറയുന്ന അളിയന്റെ അടുത്ത് എനിക്ക് ചോദിക്കാതെ, അളിയനിക്ക് 3 പെൺകുട്ടികളുണ്ടല്ലോ. അളിയന്റെ പേര് കാസിം എന്നാണ്, മാത്തൂരാണ് വീട്. ഈ പറയുന്ന അളിയന്റെ മക്കളിൽ ആർക്കെങ്കിലും കൊടുക്കുവോ? അപ്പോൾ തന്നെ എന്റെ മക്കളിലെ, എന്റെ ഇക്ക മരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കളെ നോക്കാൻ എനിക്കെന്താ? ഞാൻ എങ്ങനെ ആയാലും ഞാൻ നോക്കും. അതെന്റെ മക്കളാണ്. ഞാൻ പ്രസവിച്ച എന്റെ മക്കളിനെ അതൊരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അയാൾ പറയുന്നേ, മക്കളെ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ മക്കളെ വളർത്താന്ന് പറഞ്ഞു, അവള് തന്നില്ലാന്ന്. ഇയാളുടെ മക്കളെ ഇയാൾ കൊടുക്കുവോ? ഈ പറയുന്ന കാസിം അളിയന്റെ മക്കളെ ഇയാൾ കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പോൾ തന്നെ എന്റെ മക്കളെ എനിക്ക് വലുതാണ്. ഞാൻ എന്തിന് മറ്റുള്ളവർക്ക് എന്റെ മക്കളെ വീതിച്ചു കൊടുക്കേണ്ട ആവശ്യം? എനിക്ക് 5 എണ്ണം പ്രസവിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കാനറിയും. അതുപോലെ തന്നെ റംലു പറഞ്ഞില്ലേ, നീയേ 5 എണ്ണം പെറാനറിയുള്ളൂ, നോക്കാനേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. നീ എപ്പോഴാടി എന്റെ മക്കളെ നോക്കിയിരിക്കുന്നത്? അപ്പോൾ എനിക്ക് ഈ കൊച്ചിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സഹോദരങ്ങളാകുമ്പോഴത്തേക്ക് ഇപ്പോൾ 2 പറയാനും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കെട്ടിയോൻ ജീവിച്ചിരുന്നപ്പോൾ പൈസ തന്നിട്ടില്ലായിരിക്കും, സഹായിച്ചിട്ടില്ലായിരിക്കും, ഒന്നും ചെയ്തിട്ടില്ലായിരിക്കും. പക്ഷേ അവർ പറഞ്ഞത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കേൾക്കുമ്പോഴത്തേക്ക്. ഈ കൊച്ചിൻ്റെ കെട്ടിയോൻ, അതായത് അവരുടെ സഹോദരൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ കൊച്ചുങ്ങൾ 5 കുട്ടികളുള്ളത് കൊണ്ടായിരിക്കാം അവർ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നോ രണ്ടോ എണ്ണത്തിന് അവർ നോക്കിക്കോളാം അങ്ങ് കൊടുക്കാൻ പറഞ്ഞത്. അതിനർത്ഥം തീരെഴുതി ഒരു സ്റ്റാൻഡ് പേപ്പറിൽ ഒപ്പിട്ടങ്ങ് കൊടുക്കാനല്ല അവർ ഉദ്ദേശിച്ചത്. കുട്ടിയെ അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് ഈ 5 കുട്ടികളെയും കൂടി ഒരു ആൺതുണയില്ലാതെ ഈ കൊച്ചു നോക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവർ പറഞ്ഞിട്ടുള്ളത്. അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ട് ഈ കൊച്ചിന് അവരോടൊക്കെ ഒരുമാതിരി എന്താണ് പറയുന്നത്, അവജ്ഞതയാണ്. അതുകൊണ്ടാണ് ഇതിനൊന്നും മനസ്സിലാവാത്തത്. അവർ നല്ല കാര്യമല്ലേ പറഞ്ഞത്, തനിക്ക് വേണ്ടെങ്കിൽ താൻ കൊടുക്കണ്ട, അത്രേ ഉള്ളൂ. പിന്നെ ആരെങ്ങണ്ട പറയുന്ന കേട്ടല്ലോ, തൻ്റെ കുട്ടികൾ 2 പേരും കണ്ട യത്തീംഖാനയിലാണ് പഠിക്കുന്നത് വളരുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല.
എനിക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് ഡയറക്റ്റായിട്ട് ഒന്നും അറിയില്ല. ഇതുപോലെ ആരൊക്കെയോ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, 2 കുട്ടികളെ യത്തീംഖാനയിലാണ് പഠിക്കുന്നതെന്ന്. എന്താ ഭർത്താവിൻ്റെ സഹോദരിയും ഭർത്താവും, അതായത് ആ കൊച്ചുങ്ങൾക്ക് ചോര ഗുണമുള്ളവർ വളർത്താമെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴായിരുന്നു ഇയാൾക്ക് കൊടുക്കാൻ വലിയ മടി. എന്നിട്ട് അനാഥാലയത്തിൽ കൊണ്ടാക്കിയപ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ലേ? അത് കൊള്ളാമല്ലോ. എന്താ പറയുക, പറയണ്ടാന്ന് വിചാരിച്ചാലും പറഞ്ഞു പോവും. അമ്മാതിരിയല്ലേ ഈ കൊച്ചു പറയുന്നത് മുഴുവനും. താൻ തന്നെയാണ് തന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ ആരുമല്ല. പിന്നെ അവർക്ക് നേരത്തെ ആൺകൊച്ചുങ്ങളെ കണ്ണു വെച്ചിരിക്കുന്നു എന്ന്. അവരെന്തിനാ കണ്ണു വയ്ക്കുന്നത്? അവർക്ക് പെൺകുട്ടികളില്ലേ? പെൺകുട്ടികൾ എന്താ മോശമാണോ? ആൺകുട്ടികളെക്കാൾ ഇന്ന് നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്ന പെൺകുട്ടികളാണ്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ലക്ഷ്യബോധമുണ്ട്. അവർ ആ ഒരു ലക്ഷ്യത്തിൽ എത്തും. നല്ല വാശിയോടുകൂടിയാണ് പഠിച്ചു കയറുന്ന പെൺകുട്ടികൾ. അറിയില്ലേ? വർത്താനം കേട്ടാ അവള് വലിയ പുണ്യാളത്തി. അവള് 5 പ്രസവവും എന്റെ കൂടെ നിന്ന് നോക്കി 5 മക്കളെ അവള് നോക്കി വളർത്തിയ പോലെയാണ് അവളുടെ വർത്താനം. അവള് എന്റെ മക്കളെ നോക്കിയത്രേ. 5 പെറാനുണ്ടായിരുന്നുള്ളൂ. എടി പെറാനും ഞാനുണ്ടായിരുന്നു, നോക്കാനും ഞാനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഈ കഷ്ടതകളിൽ നിൽക്കുമ്പോഴൊക്കെ നീയൊക്കെ സൂയിച്ച് ജീവിക്കുമ്പോഴും എന്റെ ഇക്കാനെ നീ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നീ നിന്റെ പണമുള്ള ആങ്ങളാരുടെയും സെയ്ദിനെയും അദ്രമാനെയും അതുപോലെ കാസിമിനെയും ബാക്കിയുള്ളവരിനെയൊക്കെ നീ തിരിഞ്ഞു നോക്കിയ പോലെ എന്റെ ഇക്കാനെ നീ ഒരിക്കൽ തിരിഞ്ഞു നോക്കിയതാണെങ്കിൽ എന്റെ ഇക്ക ഈ പണിയൊന്നും ചെയ്യില്ലായിരുന്നു. അതുപോലെ ഞങ്ങൾ ഇത്രയും കഷ്ടത്തിൽ നിൽക്കില്ലായിരുന്നു. അപ്പൊ നീ വലിയ പുണ്യാളത്തി സമയല്ലേ വോയിസ് ഇട്ടിട്ട് നീ വലിയ പിന്നെ നീ പറഞ്ഞല്ലോ ഏതൊക്കെയോ ആൾക്കാരനെ കൊണ്ട് നീ എന്താണ് വരുന്നുണ്ട് ചാനലില്. നീ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാന്നല്ലാണ്ട് മുന്നിൽ നിന്ന് സംസാരിക്കരുത്. ഞാൻ നിന്ന് സംസാരിക്കണ പോലെ നീ മുന്നിൽ വന്നിട്ട് ബാക്കിയുള്ളവരുടെ അടുത്ത് നീ പറയേ, നിന്റെ ഫേസ് കാണിച്ചിട്ട് നിന്റെ അളിയനെ നീയും ബാക്കിയുള്ളവരൊക്കെ മുന്നിൽ നിന്ന് സംസാരിക്കും. പിന്നെ അതുപോലെ തന്നെ നീ തെളിവും കൊണ്ടുപോവാ. ഞാന് 6ാമതൊരു ഗർഭിണിയായി 6ാമതൊരു കുട്ടിനെ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞതിനുള്ള തെളിവ് നീ കൊണ്ടുപോവാ. പെണ്ണാണെങ്കിൽ നിന്നെ ഞാൻ അതെങ്ങനെയാണ് കൊച്ചേ ഒരാൾ അബോർട്ടായി പോയ കുഞ്ഞിൻ്റെ തെളിവ് കൊണ്ടുവരുന്നത്? അതെങ്ങനെ കൊണ്ടുവരുന്നത്? നിനക്ക് പിന്നെ എന്താണ് പറയുന്നത്, നിനക്ക് നിൻ്റെ ഭാഗം ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ നിയമപ്രകാരം കേസ് കൊടുക്കൂ. അത് നിൻ്റെ ആവശ്യമാണ്. നീ തെറ്റുകാരിയല്ല എന്ന് ബോധ്യപ്പെടേണ്ടത് നിൻ്റെ ആവശ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നീ എന്ത് ചെയ്യണം? ഒരാൾ നമ്മളെ പറ്റിയിട്ട് വേണ്ടാതീനം ഉന്നയിക്കുകയാണെങ്കിൽ, ഒരു ന്യായവുമില്ലാത്ത കാര്യം ഉന്നയിക്കുകയാണെങ്കിൽ നിന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ നിനക്ക് കേസ് ഫയൽ ചെയ്യാമല്ലോ. അവർ കണ്ടുപിടിക്കട്ടെ, പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ നിന്റെ നാത്തൂൻ എന്താ പറയുന്നതെന്ന് അപ്പം കാണാമല്ലോ. അങ്ങനെയാണ് നീ നിന്റെ ഭാഗം ക്ലിയർ ആക്കേണ്ടത്. അല്ലാതെ ഒരിടത്ത് ഒരു മൂലയിൽ ഇരുന്നിട്ട് നാത്തൂൻ കൊണ്ടുവരട്ടെ തെളിവെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ അഥവാ അങ്ങനെയാണെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ അവർക്ക് കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റുമോ? സാധാരണ ആരായാലും ഇങ്ങനെ അബോർട്ടായി പോവുകയാണെങ്കിൽ അത് വേസ്റ്റ് ബോക്സിൽ വാഷ്റൂമിലായിരിക്കും പോകുന്നത്. അതവർക്ക് തപ്പിയെടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പിന്നെ ഒന്നാമത്തെ കാര്യം അതൊരു കുഞ്ഞു ജീവൻ. രണ്ടാമത്തെ കാര്യം താൻ പിഴച്ചു പോയ ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നതിനോട് ഒട്ടും താല്പര്യമില്ല നമുക്കൊന്നും. കാരണം 5 കുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവർ വളർന്നു വരേണ്ടതാണ് സമൂഹത്തിൽ. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളല്ല നമ്മളാരും. അപ്പോൾ താൻ ഒരിടത്തിരുന്നിട്ട് തെളിവ് അവർ കൊണ്ടുവരട്ടെ എന്ന് പറയാതെ എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു സോഷ്യൽ മീഡിയ വഴി. പിന്നെ എനിക്ക് 5 കുട്ടികളുണ്ട്, എന്നെ ഇതുപോലെ മാനം കെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് താൻ അവരുടെ പേരിൽ കേസ് കൊടുക്കണോ? തനിക്കെന്താ അതിന് മടി? ഓൺ ദി വേ പെട്ടെന്ന് അതിൻ്റെ അത്തരത്തിലൊക്കെയുള്ള കേസുകൾക്കാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടും. അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കൂ, അതല്ലേ നല്ലത്. അല്ലാതെ ചുമ്മാതെ ഇരുന്നിട്ട് ചാനലിൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് വീഡിയോയുടെ മുന്നിൽ വന്നിരുന്നിട്ട് തെളിവ് കൊണ്ടുവരൂ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ആർക്കെന്ത് ഗുണം? തൻ്റെ നിരപരാധിത്വം ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ തെളിയിക്കുക എന്നുള്ളത് തൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്, അല്ലാതെ തൻ്റെ നാത്തുവിൻ്റെ ഒന്നും ഉത്തരവാദിത്വമല്ല. അപ്പോൾ താൻ അങ്ങനെ ചെയ്താൽ തനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി ഒരുപാടുണ്ട് പറയാനായിട്ട്, ഒരുപാട് വോയിസ് ഉണ്ട് നിങ്ങളെ കേൾപ്പിച്ച് തരാനായിട്ട്. ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, വളരെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങളെ കേൾപ്പിച്ച് തരാം. തൽക്കാലം ഈ വീഡിയോ ഇപ്പം തന്നെ ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.